ഡേ 4 ആണ്. അപ്പൊ നമ്മള് നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് ട്രക്കിങ്ങിന് പോവാണ്. അപ്പൊ നമ്മളിതാ വണ്ടിയിലൊക്കെ കേറിയിട്ടുണ്ട്. അപ്പോഴേ ആദ്യമായിട്ടാണ് ഞാൻ വണ്ടിയിൽ ട്രക്കിങ്ങിന് പോകുന്നത്. നമ്മൾ 13 പേരെ പറഞ്ഞപ്പോൾ 11 പേരേ ഉള്ളൂ. ബസ് വണ്ടീനെ മാത്രം തപ്പി പോലീസ് പിടിച്ചിട്ടേക്കുവാണ്. മറ്റേവരെ പറഞ്ഞു വിട്ടിട്ട് നമ്മളെ മാത്രം ഇവിടെ നിർത്തിയേക്കുവാണ്. എല്ലാരെയും കണ്ടിട്ട് ഒരു തീവ്രവാദി ലക്ഷണം തോന്നിക്കാണും. പോയ വഴിക്ക് നമ്മൾ ഇറങ്ങിയതാണ് സിറി നേച്ചർ പാർക്ക്. അപ്പൊ അവിടെ ഒരു സിറി സ്കൾപ്ചർ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വനദേവതേനെയാണ് അവരതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വനദേവത ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമായിരുന്നു. അവിടുന്ന് ഇറങ്ങി വീണ്ടും നമ്മുടെ ട്രക്കിങ് റീസ്റ്റാർട്ട് ചെയ്തു. പോണ വഴിയിലെല്ലാം വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല, അത്ര സൂപ്പർ ആയിരുന്നേ. പിന്നെ വേറുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരുപാട് വളവും തിരിവൊക്കെ ഉണ്ടായോണ്ട് നമുക്ക് വോമിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ കുറച്ച് പാട്ടൊക്കെ ഇട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പാട്ടൊക്കെ ഇട്ട് വൈബ് അടിച്ച് പോയോണ്ട് തന്നെ ആ വോമിറ്റിംഗ് ടെൻഡൻസി ഒന്നും വന്നില്ല. പിന്നെ പോണ വഴിക്ക് മൊത്തം കോടയാണ്. പിന്നെ പോണ വഴിക്ക് ഒരു അടിപൊളി സൈറ്റ് കണ്ട് നമ്മൾ അവിടെ വണ്ടി നിർത്തിയേ. ഗായ്സ്, ഇത് കണ്ടോ, കോടമഞ്ഞാണ്, ഫുള്ള് കോടമഞ്ഞ്. ആദ്യമായിട്ടാണ് ഇത്രയും കോടമഞ്ഞ് വരുന്നത്. തണുത്തിട്ട് മേല എല്ലാവരും പോവാ. അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ടാ നമുക്ക് മനസ്സിലായത് അവിടെ സിപ്പ് ലൈൻ നടത്തുന്ന പോയിന്റ് ആയിരുന്നേ. എങ്ങനെയുണ്ട് തണുപ്പ്? ഒരു വെള്ളച്ചാട്ടമാണിത്. വെള്ളച്ചാട്ടത്തിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, തെലുങ്കിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയത് ഈ പേര് എഴുതിയ വാട്ടർഫാൾസിലേക്കാണ്. ഞാൻ വായിച്ചാ പിന്നെ അത് വേറെ എന്തെങ്കിലും ഒക്കെ ആവും. അവിടുന്ന് നമ്മൾ നേരെ പോയത് ബാബ ബുധൻഗിരി കേവിലോട്ടാണ്. ഇപ്പൊ ഒരു അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നേക്കാം. അപ്പൊ അമ്പലത്തില് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും പറ്റത്തില്ലായിരുന്നു. അടിപൊളി അമ്പലമായിരുന്നു. ആ അമ്പലത്തിനകത്ത് തന്നെ പള്ളി ഉണ്ടായിരുന്നു, ഖബറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് വെളിയിറങ്ങുമ്പോഴുള്ള വ്യൂ ആണിത്. അടിപൊളി വ്യൂ അല്ലേ? പണ്ട് നല്ല പച്ചപ്പും ഇതെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ പേരുന്ന മലയുടെ മണ്ടേക്കൂടെ പോവാണ്. ഭയങ്കര തണുപ്പ്, മൊത്തം കൂടെ. ഹലോ, കാണാൻ പോലും വയ്യ. ഞാൻ കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ പിന്നെ വീഡിയോ കേട്ടപ്പോഴാണ് മനസ്സിലായത് കാറ്റ് കാരണം ഒരു വക ക്ലിയർ ഇല്ല, ഒന്നും മനസ്സിലാവുന്നില്ല. സംഭവം നമ്മളൊരു മലയുടെ മണ്ടയിലോട്ടാണ് പോയത്. മൊത്തം കോടയാ. ഫ്രണ്ടിലും സൈഡിലും ബാക്കിലും തണുപ്പ്. എങ്ങനെയുണ്ട് തണുപ്പ്? കണ്ണലും പറയാം. മഞ്ഞ റെയിൻകോട്ടൊക്കെ ഇട്ട് നിൽക്കുകയാണല്ലോ.
അടുത്ത മഞ്ഞ തണുപ്പിനെ കുറിച്ച് രണ്ടഭിപ്രായം അയ്യോ അങ്ങനെ പ്രതീക്ഷിക്കട്ടെ. ഇത് നമ്മുടെ ദാമുച്ചേട്ട കോളിലാണ്. ഓണായില്ല. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണ്ട. ഇത് ഞാൻ ഇടത്തില്ല. ചിക്കമംഗ്ലൂർ അല്ല ഗായ്സ്, നമ്മൾ വിചാരിച്ച പോലെയല്ല. ചിക്കമംഗ്ലൂർ പൊളിയാണ് ഗായ്സ്. ആ ഹിൽ ടോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഉച്ച ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ കഴിക്കാനായിട്ടാണ് പോയത്. ഫുഡൊക്കെ താഴെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. തണുത്ത് വിറച്ച് വന്നപ്പോഴും നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ല ചിക്കൻ ഫ്രൈയും അടിപൊളി കറിയും പിന്നെ വലിയ പപ്പടവും എല്ലാം ഉള്ള ഒരു ബുഫേ ആയിരുന്നു അത്. തനിയെ വെള്ളം വരുന്നൊരു സമ്പ്രദായമാണ്. പിന്നെന്തൊക്കെ കഴിവാൻ ഹീര? അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് മുളയനഗിരി പീക്കിലോട്ടാണ്. നമ്മൾ അടുത്ത മല കയറുവാണ്. ഭയങ്കര തണുപ്പ്. ഇവിടെ ഭയങ്കര തണുപ്പ്. ലിയ തോമസിന്റെ ശ്വാസം എങ്ങനെയുണ്ട് ലിയ തോമസ്? പ്രേക്ഷകരെ, രണ്ട് യുവതികൾ ഭയങ്കര ട്രെക്കിങ്ങിന്റെ ഭാഗമായിട്ടാണ് മലമണ്ടേ കയറിയത്. ഭയങ്കര തണുപ്പ്. കൈ നിൽക്കുന്നില്ല. പ്രേക്ഷകരെ, ഇത്രയും തണുപ്പത്തി നിക്കറ് ഇട്ടുകൊണ്ട് നിൽക്കാൻ കാണിച്ച സാന്റോസിയുടെ അതേപോലെ കുട്ടിയുടുപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദേവി. താഴെ അടുത്ത രണ്ട് യുവതികൾ വരുന്നുണ്ട്. നടക്കാൻ വയ്യാതെ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളിത് കാണുക. ഈ ക്രൂരന്മാര് നമ്മളെ താഴെ വരെ കേട്ടിട്ട് നമ്മള് വഴി തെറ്റിച്ചു ഗൈസ്. നമ്മള് കഷ്ടപ്പെട്ട് ശ്വാസം മുട്ടി മേലിന്ന് താഴെ വരെ കയറി. കാലന്ന വയ്യ, നട്ടിലൊന്നുമില്ല. വെള്ളായി ഈ ചുരൽ കടിച്ചിട്ട് ഇങ്ങനെ നടക്കുക. ആ കാലം കൊണ്ടാ കേറിയത്. ഇവരൊക്കെ എങ്ങനെ ഇത് സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അല്ലൊക്കെ കിടകിട വരയ്ക്കുന്നു. പറ്റാറ്റ ഗൈസ്, നമ്മൾ വീണ്ടും അമ്പലത്തിലോട്ട് പോവാണ്. അമ്പലം ദൈവത്തിന് അറിയാം. അങ്ങ് ചെന്നിട്ട് എത്തിന്ന് പറഞ്ഞാൽ മതി. ക്രൂരന്മാര് നമ്മളെ വീണ്ടും പറ്റിക്കുമെന്ന് അറിയത്തില്ല. അതെ പിള്ളേരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കി. ദേവിക ഇവിടെ ചാട്ടമാണ് നടക്കുന്നത്. ഓരോരുത്തർ സിദ്ധാർത്ഥ പിടിച്ച് ചാടിപ്പിക്കുകയാണ്. അടുത്ത ദേവിക. മേഘ്നാഥ് സാഹസികമായിട്ട് ഇവിടെ ഇരുന്ന് ഇറങ്ങുവാണ്. ഒന്നാമത് കാല് വയ്യാത്ത കൊച്ചാണ്.
തണുപ്പത്തൊരു പട്ടിക്കുട്ടി മരവിച്ച് പോണ പട്ടിക്കുട്ടി. ബൈ പട്ടിക്കുട്ടി. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോ, ഞാൻ ഓണാക്കി ഇട്ടിട്ടുണ്ട്. കോടവനം, അടിപൊളി വനം. ഇത് അനീഹിരയ്ക്ക് അതികൂടെ പോവാന്നാ പറയുന്നത്. പൊക്കോ അനീഹിര, പിന്നെ തിരിച്ചു വരണ്ട, ഞാൻ വരൂല. ഗൈസ് വഴി തെറ്റിയെന്നും പറഞ്ഞ് നമ്മൾ ഒരുപാട് വിഷമിച്ച്, പക്ഷെ അടിപൊളി സ്ഥലമായിരുന്നല്ലേ. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? വണ്ടാസ്റ്റിക്. നമ്മള് സിനിമയിലൊക്കെ സോറി വണ്ടർഫുൾ അതെ അതെ അതെ. ഇതൊക്കെ എന്റെ ഒരു ഫണ്ണാണ്. നിങ്ങൾക്ക് ബോറടിക്കുവാണെങ്കിൽ ചിരിക്കാൻ വേണ്ടിയുള്ളല്ല, നമ്മള് സിനിമയിലൊക്കെ കാണുന്നവർക്ക്. നോക്കൂ ഗൈസ്, എങ്ങനെയുണ്ട് സുദീപ് ഈ സ്ഥലം? എനിക്ക് ഒറ്റ വിഷമേ ഉള്ളൂ, ഇതെല്ലാം ഓർമ്മയായിരിക്കുമല്ലോ. സത്യം ഗൈസ്, നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ എന്തായാലും ചിക്കമംഗ്ലൂർ വരണം. നമ്മൾ വിചാരിച്ച എല്ലാ ടൂറിനും ചിക്കമംഗ്ലൂർ എന്ന് പറയുമ്പോൾ വിചാരിക്കും ഇതെന്തൊരു സ്ഥലവും നമ്മൾ വിചാരിച്ചു. പക്ഷേ ഗൈസ് അടിപൊളി സ്ഥലമാണ്. നമുക്ക് മൊത്തം കോടയാണ്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന അടക്കമുള്ള സ്ഥലം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. കുറേ നാളെ നമ്മൾ നടക്കുന്നുണ്ട്, അങ്ങോട്ട് എത്തുന്നില്ല. പക്ഷെ ഞാൻ പറയും വേറൊരു കാര്യം, നിങ്ങൾ നടക്കാറുണ്ടെന്നും പറഞ്ഞ് ഒരിക്കലും വണ്ടിയിലൊന്നും വരില്ലല്ലേ. കുറച്ച് നടക്കാറുണ്ട്, പക്ഷെ നിങ്ങൾ നടന്ന് തന്നെ വരണം. കാരണം അത്രയ്ക്ക് സൂപ്പർ സ്ഥലമാണ്. ഇപ്പോൾ സമയം ഇപ്പം തന്നെ ഒരു 5:45, എന്നാൽ നല്ല നല്ല മഞ്ഞുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് കയറിയപ്പോഴും ഇതേ കണക്ക് കോട ഉണ്ടായിരുന്നു. കോടയുള്ളപ്പോൾ വരുന്നതാണ് ഗൈസ് ഏറ്റവും സൂപ്പർ. അല്ലേ സുധിക്കുട്ടി? ഓക്കേ, ഇത് നോക്ക്, ഫ്രണ്ടിലോട്ടൊന്നും കാണാൻ വയ്യ. ഇത് ആകാശം പോലെ ഉണ്ട് ഗൈസ്, ഒന്നും കാണാൻ വയ്യ. നമ്മുടെ ഫ്രണ്ടിൽ പോയവരെയും കാണാൻ വയ്യ. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇപ്പം. അറ്റ്ലാസ്റ്റ് നമ്മൾ ആ 600 സ്റ്റെപ്പും കയറി ടെമ്പിളിന്റെ മുകളിലോട്ട് എത്തിയേ. പക്ഷെ അവിടെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ലായിരുന്നു. നമ്മൾ അമ്പലത്തിൽ വന്നിട്ട് ഇപ്പൊ തിരിച്ചു വേണം. സക്സസ്ഫുള്ളി നമ്മൾ വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ നമ്മളിപ്പോ പോയിട്ട് തിരിച്ചു വന്ന ഈ മലയുടെ പേരാണ് മുല്ലങ്കിരി. അങ്ങനെ മുല്ലങ്കിരി 360. ഞങ്ങളുടെ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ലൈഫില്. അടിപൊളി സ്ഥലമാണ്, അടിപൊളിയാണ് ഗൈസ്, ഒരു രക്ഷയില്ല. ഗൈസ് കേറാൻ വയ്യാന്നും പറഞ്ഞ് കേറാതിരിക്കല്ല, കാരണം അത്രയ്ക്ക് അടിപൊളി സ്ഥലമാണ്. പിന്നെ തിരിച്ചു വന്നപ്പോ നമ്മൾ കുറച്ച് പേടിച്ചു. ഭയങ്കര അഡ്വഞ്ചറസ് ആയിരുന്നു. തിരിച്ചു വന്നപ്പോ കാളയൊക്കെ ഉണ്ടായിരുന്നു. ആ കാളയെ കണ്ട് നമ്മളൊന്ന് പേടിച്ച് വരണ്ടെങ്കിലും നമ്മളിങ്ങനെ തിരിച്ചെത്തി ഗൈസ്. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ. വന്ന കുട്ടികൾ ഇത്ര വൈബ് തന്നെ നമ്മുടെ
പിന്നെ തിരിച്ച് നമ്മൾ നേരെ നമ്മുടെ റിസോർട്ടിലോട്ടാണേ വന്നത്. അപ്പൊ അവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെയല്ല, ഞാൻ പറയുന്നതൊക്കെ നല്ല രീതിയിൽ വന്നിട്ട് നിങ്ങൾ ആ ഒരു സ്നേഹവും ഇപ്പൊ ആവശ്യം വന്നിട്ട് ഓരോരുത്തരും വന്നിട്ട് സാർ വരുമല്ലേ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പം ആത്മാർത്ഥതയോടെയാണ് ചോദിച്ചതെന്നുള്ളൊരു വിശ്വാസം നിങ്ങളെ പഠിപ്പിക്കാൻ കിട്ടിയിട്ടില്ല. അത് 10 മണിക്കൂർ എങ്ങാണ്ട് എഡ്യൂക്കേഷൻ എടുത്തിട്ടുള്ളൂ. പിന്നെ പോസ്റ്റിങ്ങിനൊക്കെ നല്ലായിരുന്നു. എല്ലാം പറയുന്ന സമയത്ത് എല്ലാം കറക്റ്റ് ആയിരുന്നു. ഞങ്ങളുടെ ജൂനിയേഴ്സിന് ഇപ്പോഴും നിങ്ങളോട് കമ്പയർ ചെയ്യാറുണ്ട്. കറക്റ്റ് സമയത്തിന് വെക്കും. അതുപോലെ നിങ്ങൾ ചെയ്യണമെന്ന് എപ്പോഴും കഴിഞ്ഞ ആഴ്ച ഇവിടെ പറഞ്ഞതുള്ളൂ. ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ സംഭവിക്കാത്ത പല കാര്യങ്ങളും 4 വർഷത്തിനുള്ളിൽ ക്യാമ്പ് ഫയർ കഴിഞ്ഞിട്ട് ഫുഡ് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നേ. അതും കഴിച്ചിട്ട് നമ്മളെല്ലാ റൂമിലോട്ട് പോയി പിന്നെ കിടന്നുറങ്ങി.